ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇനി എന്തൊക്കെയുണ്ട്, പിള്ളേരൊക്കെ സ്കൂളിൽ പോയോ? എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യണേ? ഫുഡൊക്കെ കഴിച്ചോ? അപ്പം ഞാനിവിടെ ഫുഡൊക്കെ കഴിച്ച് മോനിക്ക സ്കൂളിൽ വിട്ടു, ഗണേഷ് ഓഫീസിൽ പോയി. അപ്പം ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുമ്പം നമ്മളുടെ സ്കിൻ കെയർ റൂട്ടീനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ സ്കിൻ കെയർ റൂട്ടീൻ നമ്മൾ എന്തിനാണ് ഫോളോ ചെയ്യുന്നത്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ സ്കിൻ കെയർ റൂട്ടീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്സിന് നമുക്ക് നേച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒക്കെ ലൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ ടോപ്പിക്ക് സ്കിൻ കെയർ റൂട്ടീനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തിനാണ് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്നത് എന്നാണ്. ഒരു പ്രോപ്പറായിട്ട് സ്കിൻ കെയർ റൂട്ടീൻ, ഇപ്പം സ്കിൻ കെയർ റൂട്ടീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് ഐശ്വര്യ റാവി ആവും എന്നുള്ളതല്ല. സ്കിൻ കെയർ റൂട്ടീൻ നമ്മൾ ഡെയിലി ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതായത് ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഫേസിൽ സ്കാർസോ പിമ്പിൾസോ ഇല്ലെങ്കിൽ ഓപ്പൺ പോർസോ അങ്ങനെ ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാണ്ട് നമ്മൾ നേച്ചുറലായിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബെനിഫിഷ്യൽ ഉണ്ടാവും. ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. മോർണിംഗ് സ്കിൻ കെയർ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ്റെ സ്റ്റെപ്പ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം നോർമലായിട്ട് നമ്മൾ ഉണ്ടാവുന്ന ഇതിപ്പം ലൈഫ് സ്റ്റൈലിനും നമ്മൾ ജീവിച്ചിരിക്കുന്ന ആ ഒരു ക്ലൈമറ്റില്ലേ, അതും ബേസ് ചെയ്തിട്ടാണ് കേട്ടോ എത്ര സ്റ്റെപ്പ് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ നാട്ടിലൊക്കെ നോർമലി ഉള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുമ്പോൾ ഒരു 5 സ്റ്റെപ്സാണ് ഉണ്ടാവുക. അപ്പം ആദ്യത്തെ നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുക, നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുക. അടുത്തത് എക്സ്ഫോലിയേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞാൽ ടോണർ അപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞാൽ സൺസ്ക്രീൻ. കാരണം നമ്മൾ വെയിലിലോട്ടൊക്കെ ഇറങ്ങുന്നതാണല്ലോ, അതുകൊണ്ട് ടാനൊന്നും വരാണ്ടിരിക്കാൻ. അങ്ങനെ ഒരു 5 സ്റ്റെപ്പാണ് നമ്മൾ നോർമലി മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ, ഡേ സ്കിൻ കെയർ റൂട്ടീനിൽ നമ്മൾ സാധാരണയായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പം ഈ സ്റ്റെപ്പിൽ വന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസറാണ്. നമ്മളുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഫേസ് നന്നായിട്ട് ക്ലീനപ്പ് ചെയ്യുക. നമ്മൾ പാർലറിലൊക്കെ പോകുമ്പോൾ നമ്മളെ ഫേസ് ഒന്ന് ക്ലീനപ്പ് ചെയ്യാറില്ലേ, അതേപോലെ നമ്മുടെ ഫേസ് എങ്ങനെയാണ് ക്ലീനപ്പ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലെൻസർ നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതെ നമ്മളുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമ്മുടെ ഫേസ് എങ്ങനെയാണ് ക്ലെൻസ് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ നമ്മുടെ കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ക്ലെൻസർ മേക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം അതിനാദ്യം ഒരു 2 സ്പൂണ് കടലമാവ് ആഡ് ചെയ്യുക, അതിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്യുവറായിട്ടുള്ള ഹണി കിട്ടുകയാണെന്ന് വെച്ചാൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ട് നന്നായിട്ട് ക്ലീനപ്പ് ചെയ്യുക ഫേസ്. അപ്പം നന്നായിട്ട് 2 കൈയും കൊണ്ടും നന്നായിട്ട് ക്ലീനപ്പ് ചെയ്യുക ഒരു 5 മിനിറ്റ്. അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്തിട്ട് വരാം. ഇത് നല്ലൊരു ക്ലെൻസറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാര്യം നമ്മൾ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സും ഒക്കെ വാങ്ങുന്നേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്യല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ടാറ്റാ.